കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. നമസ്കാരം പ്രിയ കൂട്ടുകാരെ. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന കൂനമ്മാവ് സെന്റ് ഫിലോമിനാസ് വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ മികവാർന്ന പരിപാടിയായ റേഡിയോ പ്രിയോറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൈവേയിലെ കൂട്ടുകാർക്കൊപ്പം ഞാൻ സഫ്ന, ഞാൻ ഏഞ്ചൽ മോണിക്ക. സൈനിങ് ഇൻ. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാൽ ആദ്യം ഒരു കഥയായാലോ? സൗഹൃദത്തിന്റെ ഗുണപാഠ കഥയുമായി എത്തുന്നു അദീന. ഹായ് കൂട്ടുകാരെ, എന്റെ പേര് അദീന. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയാണ് രണ്ട് കൂട്ടുകാരുടെ കഥ. ഒരിക്കൽ രണ്ട് കൂട്ടുകാർ മരുഭൂമിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ യാത്രയുടെ ഇടയിൽ അവർ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന്റെ മുഖത്തടിച്ചു. അടികൊണ്ട കൂട്ടുകാരന് ഒരുപാട് വേദനിച്ചു. എങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല. പകരം അവൻ മരുഭൂമിയിലെ മണലിൽ എഴുതി, ഇന്നെന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ മുഖത്തടിച്ചു. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ദാഹിച്ച അവർക്ക് ഒരു മരപ്പച്ച കാണാൻ സാധിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ആദ്യം അടികൊണ്ട കൂട്ടുകാരൻ ഒരു ചെളിക്കുഴിയിൽ മുങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ പ്രിയ കൂട്ടുകാരൻ അവനെ കഷ്ടപ്പെട്ട് രക്ഷിച്ചു. രക്ഷപ്പെട്ട കൂട്ടുകാരൻ അവിടെ ഇരുന്നൊരു കല്ലിൽ എഴുതി, ഇന്ന് എന്റെ പ്രിയ കൂട്ടുകാരൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്നെ അടിച്ചതും എന്റെ ജീവൻ രക്ഷിച്ചതുമായ കൂട്ടുകാരൻ ചോദിച്ചു, ഞാൻ നിന്നെ വേദനിപ്പിച്ചപ്പോൾ അത് മണ്ണിലെഴുതി, എന്നാൽ ഞാൻ നിന്റെ ജീവൻ രക്ഷിച്ചപ്പോൾ അത് കല്ലിലെഴുതി. കൂട്ടുകാരൻ മറുപടി പറഞ്ഞു, ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചാൽ അത് മണ്ണിലെഴുതണം. അക്ഷമയാകുന്ന കാറ്റ് അതിനെ മായ്ച്ചു കളയും. ആരെങ്കിലും നമ്മൾക്ക് നല്ലത് ചെയ്താൽ അത് കല്ലിൽ കുത്തിവെക്കണം, ഒരിക്കലും മാഞ്ഞു പോകാത്ത രീതിയിൽ. ഈ കഥയുടെ ഗുണപാഠമാണ്, നമ്മളുടെ സുഹൃത്ത് ബന്ധം നിലനിർത്തുന്നതെങ്കിൽ അവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുകയും മറക്കുകയും തയ്യാറാകണം. അതുപോലെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ശ്രമിക്കണം. അപ്പോഴാണ് സുഹൃത്ത് ബന്ധം നിലനിൽക്കുന്നത്. നന്ദി. നിങ്ങൾക്കറിയോ കൂട്ടുകാരെ, ഒക്ടോബർ 25 അന്താരാഷ്ട്ര കലാകാര ദിനമാണ്. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കലാകാരന്മാർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് മോണോ ആക്ടുമായി കൊച്ചുമിടുക്കൻ അഭിനർ എത്തുന്നു. നമസ്കാരം. ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വിപത്തിനെ ആസ്പദമാക്കിയുള്ള ഒരു മോണാക്റ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. രശ്മി, നീ എവിടെയാടി? ഓ, എന്തുവാ മനുഷ്യ, രാവിലെ തന്നെ കള്ളും കുടിച്ച് കയറി വരും. നിങ്ങളിത് കേൾക്കണം. ഒരു KCB ഉദ്യോഗസ്ഥനാണ് അത്ര. ബില്ല് അടച്ചവരുടെ അടക്കാത്തവരുടെ ഫ്യൂസ് ഊരിക്കൊണ്ട് ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഇതിനൊക്കെ സമാധാനം പറയേണ്ടതോ ഈ ഞാൻ. +2 പഠിക്കണ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നത് എത്ര ദിവസമായി? നിങ്ങൾക്കിത് ഓർമ്മയുണ്ടോ? അതിനെന്താ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാ പിടിച്ച്. അയ്യോ, ഇത് കരണ്ടിൽ കുത്തുന്ന ഫ്യൂസാ. ഞാൻ ചോദിച്ചത് ഫീസാ. ആ ചെറുക്കിന് ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ബഹളമാ. പുതിയ ബൈക്ക് ഇറങ്ങിയിട്ടുണ്ട് അത്രേ. MDMA 10,000 രൂപ മതിയെന്നാ അവൻ പറഞ്ഞ്. അയ്യൊരു 10,000 ഉള്ളോ? എങ്കിൽ
എൻ്റെ കാതിൽ കിടക്കണ കമ്മലൂരി എടുത്തോ. അങ്ങനെ എൻ്റെ കാതിലെ കമ്മലൂരുണ്ടാ, വേണമെങ്കിൽ വല്ല ലോൺ എടുക്കാം. ലോണെങ്കിൽ ലോൺ. നീ എൻ്റെ മോനെ വിളിച്ചോട്ടെ. മോനെ കുട്ടാ. എന്താ അച്ഛാ വിളിച്ച്? നിനക്ക് വായിക്കണമെന്ന് പറയുന്ന കേട്ടല്ലോ, അതിൻ്റെ പേര് MDM പറഞ്ഞല്ലോ, സത്യമാണോടാ? അതെ അച്ഛാ, പുതിയ ബൈക്ക് കഴിഞ്ഞിട്ടുണ്ട്, 10,000 രൂപയുള്ളൂ. ബൈക്കെങ്കിൽ ബൈക്ക് നല്ലത് നോക്കി എടുക്കണം കേട്ടോ, അവസാനം വഴിയിൽ കിടക്കരുത്. ശരി അച്ഛാ. ഹലോ എടാ, എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് ബൈക്ക് വേണമെന്നാണ്. സത്യമാണോടാ? എന്നാൽ സ്കൂളിലോട്ട് പോവാ, അവിടെ നിന്നെ റോണി കാത്തു നിൽപ്പുണ്ട്. ഹലോ, ഓമനക്കുട്ടനല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ SI ആണ്. എന്താ സാറേ കാര്യം? താങ്കളുടെ മകനല്ലേ കാർത്തിക്? അവൻ ഇവിടെ MDMA കസ്റ്റഡിയിലുണ്ട്. വേഗം ഇവിടെ എത്തിച്ചേരുക. മെമ്പർ, MDMA ബൈക്ക് വാങ്ങാൻ പോയ എൻ്റെ കൊച്ച പോലീസ് പിടിച്ചത്. എന്തോ അമ്മനക്കുട്ട ഈ പറയുന്നത്? MDMA ബൈക്കല്ല, അത് കഞ്ചാവ് പോലൊരു ലഹരിയാണ്. ഇത് സ്കൂളുകളിലും കോളേജുകളിലും കേന്ദ്രീകരിച്ച് അത് വിൽക്കുന്നു. വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി നോക്കാം. നമസ്കാരം സാറേ, ഇതാണ് കാർത്തിക്കിൻ്റെ അച്ഛനും അമ്മയും. എന്താ സാറേ സംഭവിച്ചത്? ആ മെമ്പറെ ഒരു ഇൻഫോർമേഷൻ കിട്ടിപ്പോയതാ, അപ്പോഴവന്മാരെ പൊക്കിയത്. രാവിലെ ബൈക്ക് വാങ്ങണമെന്ന് പറഞ്ഞു പോയി. ഇതിനാണോടാ നീ ഞങ്ങളെക്കുറിച്ച് ഓർത്തോടാ? അതിനെന്താ, അച്ഛൻ കുടിച്ചിട്ടല്ലേ വരുന്നത്, പിന്നെ എനിക്കെന്തോ? അച്ഛൻ ഇങ്ങനെയാണല്ലോ, പിന്നെ എങ്ങനെ? എന്തായാലും നമുക്ക് ഇവനെ ഡി-അഡിക്ഷൻ സെൻ്ററിലാക്കാം. കേടില്ല രശ്മി, കരണ്ട. ഇവനെ നമുക്ക് ശരിയാക്കി എടുക്കാം. സോഷ്യൽ മീഡിയകളിലും നിന്ന് കൂട്ടുകാരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കുട്ടികളുടെ ഭാവി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലഹരിക്കെതിരായി നമുക്ക് ഒറ്റയ്ക്ക് പോരാടാം. സേ നോ ഡ്രഗ്സ്. താങ്ക്സ്. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏതാണെന്ന് സഫ്നക്കറിയോ? താജ്മഹൽ അല്ലേ? അതേ സഫ്ന, താജ്മഹലിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സഫ്നയ്ക്ക് ആഗ്രഹമില്ലേ? വിവരണവുമായി എത്തുന്നു 5Aയിലെ കൊച്ചുമിടുക്കി ശ്രീലക്ഷ്മി. താജ്മഹൽ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദിക്കരയിലുള്ള ഒരു വെണ്ണക്കല്ല് സൗധമാണ്. ഇത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസ് മഹലിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ താജ്മഹൽ 22 വർഷമെടുത്താണ് പൂർത്തിയാക്കിയത്. ഇത് 1983 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇടം നേടി. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. പൂർണ്ണമായും വെളുത്ത മാർബിൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ നിറങ്ങളുള്ള രത്നക്കല്ലുകൾ ഉപയോഗിച്ച് ഇത് അലങ്കരിച്ചിട്ടുണ്ട്. ഉസ്താദ് അഹമ്മദ് ലഹോറിയാണ് ഇതിൻ്റെ പ്രധാന ശില്പി. കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീർത്തുള്ളി എന്നാണ് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. താജ്മഹൽ വർഷം തോറും 2 മുതൽ 4 ദശലക്ഷം ആളുകൾ സന്ദർശിക്കുന്നതായിട്ടാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് തണുപ്പുകാലമായ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ്. അടുത്ത കാലങ്ങളിൽ താജ്മഹൽ പരിസ്ഥിതി മലിനീകരണം മൂലം വളരെയധികം ഭീഷണി നേരിടുന്നുണ്ട്. നന്ദി. എല്ലാവരും കുറച്ചു നേരം താജ്മഹലിലായിരുന്നില്ലേ? ഇനി ഓരോ പാട്ടായാലോ? ദിവസത്തിൽ ഒരു നേരമെങ്കിലും പാട്ട് കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. സിനിമാ ഗാനവുമായി എത്തുന്നു 5Aയിലെ മിടുക്കിക്കുട്ടികൾ. നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തന്നെ വലിഞ്ഞു കേറി തുരുത്തിലെങ്ങോ പതുങ്ങിയല്ലോ. തര കൊടുത്തുള്ളൊരാ
You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മലയാള സാഹിത്യത്തിൽ ധാരാളം പ്രശസ്തരായ കവികളുണ്ട്. ഇതിൽ പ്രമുഖനായ ഒരു കവിയെ നമുക്ക് പരിചയപ്പെടുത്താൻ എത്തുന്നു നിവ അഭിലാഷ്. OMV കുറുപ്പ്. മലയാളത്തിലെ പ്രശസ്ത കവിയായ OMV കുറുപ്പ് 1931 മെയ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ON കൃഷ്ണക്കുറുപ്പിൻ്റെയും K ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. 1952 സാമ്പത്തിക ശാസ്ത്രത്തിൽ കൊല്ലം SN കോളേജിൽ നിന്ന് ബിരുദവും 1955 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. കവി, അധ്യാപകൻ, നാടക, സിനിമ, ഗാനരചയിതാവ് എന്നീ നിലകളിൽ പ്രശസ്തരാണ്. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് പൂർണ്ണത നൽകുന്നതിനും കവിതയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചു. 1982 മുതൽ 1987 വരെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു. കേരള കലാമണ്ഡലം ചെയർമാൻ ആയിരുന്ന അദ്ദേഹത്തിന് 1975 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, 1998 പത്മശ്രീ പുരസ്കാരം, 2007 ജ്ഞാനപീഠ പുരസ്കാരം, എഴുത്തച്ഛൻ പുരസ്കാരം, 2011 പത്മവിഭൂഷൺ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതയായ മുന്നോട്ട് എഴുതിയത് 15ാമത്തെ വയസ്സിലാണ്. നിരവധി സിനിമകൾക്കും നാടകങ്ങൾക്കും ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ്, കറുത്ത പക്ഷിയുടെ പാട്ട്, ഭൂമിക്കൊരു ചരമഗീതം, ഉജ്ജയിനി, വളപ്പൊട്ടുകൾ, ഭൈരവൻ്റെ തൊടി എന്നിവ പ്രധാന കൃതികളാണ്. 2016 ഫെബ്രുവരി 13 അദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് OMV കുറുപ്പിൻ്റെ കുടയില്ലാത്തവർ എന്ന കവിതയിലെ കുറച്ച് വരികൾ കേട്ടാലോ. പള്ളിക്കൂടം തുറന്നല്ലോ, മഴത്തുള്ളികളും തുള്ളി വന്നല്ലോ, വേനലൊഴിവെത്ര വേഗം പോയി, വേനൽ കിനാക്കൾ കരിഞ്ഞേ പോയി, പൂരവും പെരുന്നാളും എല്ലാം പോയി, പൂതവും തെയ്യവും എങ്ങോ പോയി, പൂക്കണി വെച്ച വിഷുവും പോയി, വിത്തു കൈകൊട്ടുമായി വന്ന കിളിയും പോയി. താങ്ക് യു. മനുഷ്യരുടെ ചിന്തകളെ ഭാവനയുടെ വർണ്ണച്ചിറകിലേറ്റി സഞ്ചരിക്കുന്ന കലയാണ് സിനിമ. വിവിധ ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ് സിനിമ കാണുന്ന വ്യക്തി കടന്നു പോകുന്നത്. സിനിമ റിവ്യൂമായി എത്തുന്നു നിരഞ്ജൻ. കാന്താര. ഞാൻ ഏറ്റവും അവസാനം കണ്ട സിനിമയാണ് കാന്താര. മാർവൽ, DC, അവഞ്ചേഴ്സ് ഇതിൻ്റെയൊക്കെ പുറകിൽ പോകുന്നതിന് മുമ്പ് നമ്മളുടെ നാട്ടിൽ നടക്കുന്ന മണ്ണിന്റെ കഥ പറഞ്ഞിട്ട് വേണം നമ്മൾ ഇതൊക്കെ കാണാൻ. ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ അധികം ഫീല് കിട്ടുന്നില്ലെങ്കിലും സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഒരു ചേഞ്ച് ഉണ്ട്. ആ ചേഞ്ച് പിന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ പൊന്നെ ഒരു ഗൂസ് ബംസ് ഫീലാണ് ലാസ്റ്റ് വരുന്നത്. ഋഷഭ് ഷെട്ടി തന്നെയാണ് ഇത് എഴുതിയതും ഡയറക്ഷൻ ചെയ്തതും അഭിനയിച്ചതും. ഇയാളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. കാരണം അമ്മാതിരി അഭിനയവും ഒരു സ്ക്രിപ്റ്റ് തന്നെയാണ് ഇയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കൽദൈവങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥമല്ലാത്ത കഥകളൊന്നുമല്ല, അത് ശരിക്കുമുള്ള നടക്കുന്ന കാര്യങ്ങളാണ്. പാവങ്ങളായ ആൾക്കാരെ കൊല്ലാൻ ഉപദ്രവിക്കുന്ന കുറെ രാജാക്കന്മാർ, അവരെ രാജാക്കന്മാരെ നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാനും ആ രാജാക്കന്മാരെ കൊല്ലാനും വരുന്ന ദൈവങ്ങളാണ് കൽദൈവങ്ങൾ. ആദ്യം വരുന്നത് പഞ്ചുറിലായിരിക്കും, അത് ഒരു വാർണിംഗ് മാത്രമായിരിക്കും. പിന്നെ വരുന്ന ഗുളികനാണ്, അത് ഒരു ക്ഷമ പറഞ്ഞാൽ പോലും അടങ്ങില്ല, അമ്മാതിരി അടിയടിക്കും. പിന്നെ ഞാനിത് ഇത്രയും പറഞ്ഞ് കൊളാക്കുന്നില്ല, കാരണം ഇത് തിയേറ്റർ വാച്ച് മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് ആയപ്പോ എൻ്റെ കിളി പോയി ആണ് ഞാൻ വീട്ടിൽ വന്നത്. ഉറങ്ങാൻ നേരത്തൊക്കെ എൻ്റെ വേറെ മൈൻഡായിരുന്നു. കാരണം കാന്താര കണ്ടതിന് ഫീൽ എനിക്ക് ഇതുവരെ ഇപ്പോഴും മാറിയിട്ടില്ല. എനിക്ക് ആ ഒരു ഫീൽ ഇപ്പോഴും എൻ്റെ തലയിലുണ്ട്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ,
ഇതണക്ക് നമ്മുടെ മണ്ണിന്റെ കഥ പറയുന്ന യഥാർത്ഥമായ സിനിമകൾ വീണ്ടും വീണ്ടും വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മൂവി റിവ്യൂ ബൈ നിരഞ്ജൻ. താങ്ക് യു. പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ദശപുഷ്പങ്ങളും അവയുടെ ഗുണങ്ങളും ഇനി കേട്ടാലോ? ഒക്ടോബർ 17 ലോക ആയുർവേദ ദിനമായിരുന്നു. നമുക്ക് ചുറ്റും കാണുന്ന ഓരോ സസ്യവും ഔഷധ ഗുണം നിറഞ്ഞവയാണ്. ഓരോ പുൽനാമ്പും മരുന്നുകളുടെ കലവറയാണ്. നിങ്ങൾ ദശപുഷ്പങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ദശപുഷ്പങ്ങൾ എന്നാൽ കേരളത്തിൽ പ്രാധാന്യമുള്ള 10 ഔഷധ സസ്യങ്ങളാണ്. ഇവയിൽ വിഷ്ണുക്രാന്തി, കറുക, മുയൽ ചെവിയൻ, തിരുത്താളി, ചേറുള്ള, നിലപ്പന, കയ്യോന്നി, പൂവാങ്കുറുന്തൽ, മുക്കുറ്റി, ഉഴിഞ്ഞ എന്നിവ ഉൾപ്പെടുന്നു. ഈ സസ്യങ്ങൾ കേരളീയ നാടൻ ഔഷധങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നു. കൂടാതെ ഓണം പോലെയുള്ള ആഘോഷവേളകളിൽ അലങ്കാരത്തിനും ഉപയോഗിക്കാറുണ്ട്. വിഷ്ണുക്രാന്തി പനി ശമിപ്പിക്കാനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും. കറുക ത്വക്ക് രോഗങ്ങൾ വേഗമാക്കാൻ. മുയൽ ചെവിയൻ കഫം കുറയ്ക്കാനും തലമുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനും. തിരുത്താളി വാതപിത്ത ദോഷങ്ങളെ പരിഹരിക്കാൻ. ചേറുള്ള മൂത്രാശയക്കല്ല് ദ്രവിപ്പിക്കാൻ. നിലപ്പന താടി ഞരമ്പുകളെ ഉത്തേജിപ്പിക്കാൻ. കയ്യോന്നി ആകാലെ നരയ്ക്കും മുടി കൊഴിച്ചിലിനും. പൂവാങ്കുറുത്തൽ തൊണ്ടവേദനയ്ക്കും വയറുവേദനയ്ക്കും. മുക്കുറ്റി വയറുവേദന, ചുമ, കഫം എന്നിവ ശമിപ്പിക്കാൻ. ഉഴിഞ്ഞ താരൻ പോകാനും മുടിക്ക് കറുപ്പു നിറം നൽകാനും. ഇതെല്ലാമാണ് ദശപുഷ്പങ്ങളുടെ ഔഷധ ഗുണങ്ങൾ. ഇനി ആരെങ്കിലും ദശപുഷ്പങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ കൂട്ടുകാർ മറക്കരുതേ. നാടൻ പാട്ടുകൾ എന്നത് ഓരോ പ്രദേശത്തെയും സാമൂഹികവും സാംസ്കാരികവുമായ പാരമ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന നാടൻ ഭാഷയിലുള്ള പാട്ടുകളാണ്. നാടൻ പാട്ടിന്റെ താളത്തിന് ചുവട് വയ്ക്കാത്ത ആരും തന്നെ ഉണ്ടാകില്ല. ഫൈവിലെ കൂട്ടുകാർ വരുന്നു നാടൻ പാട്ടുമായി. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്ങാട് കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്ങാട് കോര പറിച്ചാട്ടെ. തക തക താത്തിനം തക ചെയ്താരോ തകദിനം തക ചെയ്താരോ താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താരോ താത്തിനം തക ചെയ്താരോ തകദിനം തക ചെയ്താരോ താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താരോ. കടം കൂട്ടിയടയ്ക്കാൻ കരിമാല കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഉള്ളം കിടുങ്ങാത്ത മേലെ കിടാങ്ങളുണ്ടേ. കണ്ടം കൂട്ടിയടയ്ക്കാൻ കരിമാല കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഉള്ളം കിടുങ്ങാത്ത മേലെ കിടാങ്ങളുണ്ടേ. തക തക താത്തിനം തക ചെയ്താര തകദിനം തക ചെയ്താര താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താര താത്തിനം തക ചെയ്താര തകദിനം തക ചെയ്താര താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താര. അയ്യോ മെടമെടന്നേ മഴ വീഴാതെ കാവലങ്ങായി ചുട്ടു തെളിച്ചൊര പാടവരമ്പത്തുറക്കമില്ലാതു മാസം. അയ്യോ മെടമെടന്നേ മഴ വീഴാതെ കാവലങ്ങായി ചുട്ടു തെളിച്ചൊര പാടവരമ്പത്തുറക്കമില്ലാതു മാസം. തക തക താത്തിനം തക ചെയ്താര തകദിനം തക ചെയ്താര താത്തിനം തക തകദിനം തക തകദിനം തക ചെയ്താര താത്തിനം തക ചെയ്താര
You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. സ്വാദിഷ്ടമായ വിഭവങ്ങൾ നാവിലെന്നും തേൻ പോലെ മധുരിക്കും. രുചികരമായ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായി 5Aയിലെ ക്ലാസ് ലീഡർ ആശിയ മേരിയും അവളുടെ സ്നേഹം നിറഞ്ഞ അമ്മ സിനിജ സോളിയും എത്തുന്നു. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പൊട്ടറ്റോ ബോൾസ് റെസിപ്പിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സ് ആണ് ഇത്. അതിനായി ആദ്യം നമുക്ക് ഒരു 2 പൊട്ടറ്റോ വേവിച്ചെടുക്കണം. അതിനുശേഷം അത് നന്നായി ഉടച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, ഉപ്പ് എന്നിവ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. അത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ചെറിയ ബ്രൗൺ നിറം ആകുന്നതുവരെ വറുത്തെടുക്കുക. പൊട്ടറ്റോ ബോൾസ് റെഡി. സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു. മനുഷ്യനെ പ്രപഞ്ച സൃഷ്ടാവ് ഒരുക്കിയ സുന്ദരമായ ഭൂമി, പ്രകൃതി. അതിൻ്റെ ഓരോ സ്പന്ദനത്തിലും ജീവൻ്റെ താളം കുടികൊള്ളുന്നു. നമുക്ക് ചുറ്റും കാണുന്ന പുൽനാമ്പിലും പൂവിലും പാറി നടക്കുന്ന പൂമ്പാറ്റകളും കളകളമൊഴുകുന്ന അരുവികളും പക്ഷികളുടെ കളകൂജനവും ഇളം കാറ്റിൽ ആടിയുലയുന്ന വൃക്ഷലതാദികളും മഴയും മഞ്ഞും ചൂടും വെളിച്ചവും എത്ര സുന്ദരമാണ് ഈ ഭൂമി. എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് പ്രകൃതി നമുക്കായി നൽകുന്നത്. എന്നാൽ ഇവയെല്ലാം ഇല്ലാതാവാൻ നാം ഒരു കാരണമാവരുത്. വരും തലമുറയ്ക്ക് നാം കൈമാറണം ഈ സൗന്ദര്യമെല്ലാം. നമ്മുടെ പ്രകൃതിയെ മലിനമാക്കാതെ കാത്തു സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പ്രകൃതി സൗന്ദര്യം മലിനമായത് ഒരു ഗാനരൂപത്തിലൂടെ നമുക്ക് കാതോർക്കാം. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലായി ഇവിടെയെല്ലാം മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ടു പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ അന്നം പിറവി എന്നാൽ വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂടിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഇന്നു നിലച്ചു കേൾപ്പതും മൃത്യുതന്നുടെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിന്നു വരാന്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമസ്കാരം. റേഡിയോ പ്രിയോറിൻ്റെ വാർത്താഭാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് 5Aയിൽ നിന്ന് നിവ അഭിലാഷ്. 2025-26 അധ്യയന വർഷത്തെ
10ാം ക്ലാസ്സുകാരുടെ 3 ദിവസത്തെ പഠനയാത്ര വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തി. ചരിത്രമുറങ്ങുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ച ഡോക്യുമെന്ററി വാർത്താ ചാനലായ 24 ന്യൂസിൽ ഞായറാഴ്ച സംപ്രേഷണം ചെയ്യുകയുണ്ടായി. നമ്മുടെ വിദ്യാലയത്തിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്റോണിയോ ജോസ് ഡിക്സൺ മലേഷ്യയിലെ ലങ്കാവിയിൽ നടക്കുന്ന ഏഷ്യൻ വടംവലി മത്സരത്തിലേക്കു തിരഞ്ഞെടുക്കപ്പെട്ടു. വടംവലി മത്സരത്തിനായി അന്റോണിയോ മലേഷ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പെൺകുട്ടികളുടെ ഹോക്കിയിൽ എറണാകുളം ജില്ലാ ടീം വെള്ളി മെഡൽ കരസ്ഥമാക്കി. നമ്മുടെ വിദ്യാലയത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരാധ്യ VS ആയിരുന്നു ഈ ടീമിന്റെ ക്യാപ്റ്റൻ. ബെല്ല എലിസബത്ത്, കൃഷ്ണവേണി, ആമ്പൽ, ശ്രേയ, അന്ന റോസ് എന്നിവരുടെ മിന്നും പ്രകടനത്തിലൂടെ ഫിലോമിനൻ കുടുംബത്തിന്റെ അഭിമാന താരങ്ങളായി മാറി. വിജയത്തിളക്കവുമായി സ്കൂളിൽ എത്തിച്ചേർന്ന താരങ്ങൾക്ക് HME ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഗംഭീര വരവേൽപ്പ് നൽകുകയുണ്ടായി. വാർത്തകൾ സമാപിച്ചു. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി. നിങ്ങൾ ഞങ്ങളുടെ പരിപാടികൾ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ചെലവഴിച്ച എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ കൂട്ടുകാരുടെയും ഞങ്ങളുടെ ക്ലാസ് ടീച്ചറായ ജിൻസി ടീച്ചറുടെയും വക സ്നേഹം നിറഞ്ഞ നന്ദി നേർന്നുകൊണ്ട് നിർത്തുന്നു. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ